തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി വി രാജേഷിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് കോർപ്പറേഷനിൽ ഇന്ന് ആർ ശ്രീലേഖ ഇറങ്ങിപ്പോയി. ആ രീതിയിൽ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ അതൃപ്തി ഏതായാലും അവർ പ്രകടിപ്പിക്കുകയായിരുന്നു. അയൽ വീട്ടിൽ ഒരു പാലുകാച്ചന് പോകാനുണ്ട് എന്ന് പരിഹസിക്കുന്ന രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ടാണ് ശ്രീലേഖ ആ ചടങ്ങിൽ നിന്ന് പകുതിയായപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഏതായാലും ഇതാണിപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ സംഭവിച്ചിരിക്കുന്നത്. മേയറായി വി രാജേഷ് എത്തുമ്പോൾ അതിൽ പ്രതിഷേധം അല്ലെങ്കിൽ അതൃപ്തി ആ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു വരുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. മാനസയുണ്ട്. മാനസ, അതായത് ആർ ശ്രീലേഖയ്ക്ക് മേയറാകാത്തതിൽ വലിയ അതൃപ്തിയുണ്ട് വി രാജേഷിനെതിരെ. അതിന്ന് പരസ്യമായി അവർ പ്രകടിപ്പിക്കുകയായിരുന്നോ? ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുഴുവനാകുന്നതിന് മുൻപ് ശ്രീലേഖ മടങ്ങുകയായിരുന്നോ? ചുമതല ഏൽക്കുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിന് വരെ നിൽക്കാതെയാണ് ആർ ശ്രീലേഖ വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ പൂർത്തിയായതിനു ശേഷം ഉടൻ കോർപ്പറേഷനിൽ നിന്നും മടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. BJP-യുടെ കൗൺസിലർ കൂടിയാണ്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. കാരണം ചോദിച്ചപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണെന്ന വിശദീകരണമാണ് ആർ ശ്രീലേഖ നൽകിയത്. ഏതായാലും ഈ സത്യം, അതായത് മേയർ സ്ഥാനമേറ്റ് ചുമതല ഏൽക്കുമ്പോൾ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെയും തന്നെ ഉണ്ട്. തീർച്ചയായും എല്ലാ കൗൺസിലർമാരും, അതായത് ശ്രീലേഖ ഒഴികെ ബാക്കിയുള്ള എല്ലാ കൗൺസിലർമാരും അവിടെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു, ആ വേളയിലുണ്ടായിരുന്നു. അതിനിടയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപേ ശ്രീലേഖ അവിടെ നിന്നും പോകുന്ന. എന്താണ് ന്യായീകരണം പറഞ്ഞത്? അയൽ വീട്ടിലെ ഒരു പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട് എന്നല്ലേ? ഒരർത്ഥത്തിൽ അതൊരു പരിഹാസമല്ലേ? കാരണം സത്യപ്രതിജ്ഞ സ്വന്തം പാർട്ടിയുടെ ആളുകൾ മേയറൊക്കെയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ പങ്കെടുക്കുന്നതാണോ പാലുകാച്ചലിൽ പങ്കെടുക്കുന്നതാണോ ആ പാർട്ടിയുടെ ജനപ്രതിനിധിക്ക് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നില്ലേ? തീർച്ചയായും അത് തന്നെയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ്, ഒരു മേയർ തെരഞ്ഞെടുപ്പ്, അതും സ്വന്തം പാർട്ടിയുടെ ഒരാൾ തന്നെ മേയറായി ചുമതലയേൽക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും തന്നെ നടക്കുമ്പോഴാണ് ആർ ശ്രീലേഖയ്ക്ക്, കൗൺസിലറായ ആർ ശ്രീലേഖയ്ക്ക് വലുത് തൊട്ടടുത്ത വീട്ടിലെ പാലുകാച്ചൽ ചടങ്ങാണോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ നാടകീയ സംഭവങ്ങളൊക്കെയും തന്നെ നമുക്കറിയാം. ഉച്ച വരെ, ഏകദേശം ഒരു 3 മണി വരെ ആർ ശ്രീലേഖ തന്നെയായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്നതടക്കമുള്ള വാർത്തകളായിരുന്നു വന്നിരുന്നത്. തൊട്ട് നിമിഷമായിരുന്നു വി രാജേഷിന് RSSന്റെ സമ്മർദ്ദവും അതോടൊപ്പം തന്നെ വി മുരളീധര പക്ഷം, കെ സുരേന്ദ്ര പക്ഷം ഒക്കെയും തന്നെ സമ്മർദ്ദം ചെലുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ വി രാജേഷ് എന്ന പേരിൽ തന്നെ കേന്ദ്രവും പറയുമ്പോൾ അതിൽ വഴങ്ങുന്ന ഒരു സംസ്ഥാന നേതൃത്വത്തെയൊക്കെയും തന്നെയാണ് നമ്മൾ കണ്ടത്. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ആർ ശ്രീലേഖയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തെത്തിയത്. പക്ഷേ അവസാന നിമിഷം വി രാജേഷ് മതി മേയർ സ്ഥാനാർത്ഥി എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ആ വിയോജിപ്പ് ഒക്കെയും തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കാരണം പിന്നീട് വി രാജേഷ് ആയിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്ന കാര്യങ്ങൾ, വാർത്തകൾ പുറത്തു വരുമ്പോൾ ആർ ശ്രീലേഖ BJP-യുടെ സംസ്ഥാന കാര്യാലയത്തിൽ എത്തുന്നില്ല. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിയായ S സുരേഷ്, ജില്ലാ അധ്യക്ഷൻ കരമന ജയനൊക്കെയും തന്നെ പോയി ആർ ശ്രീലേഖയെ അനുനയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ്, മേയർ തെരഞ്ഞെടുപ്പൊക്കെയും തന്നെ നടന്നത്. മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടെടുപ്പിനും വോട്ടെണ്ണലിനും ആർ ശ്രീലേഖ ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ്, സത്യപ്രതിജ്ഞ ചടങ്ങും അതോടൊപ്പം തന്നെ ചുമതലയേൽക്കുന്ന ചടങ്ങും ഒക്കെയും തന്നെ ഉണ്ടാകുമ്പോൾ ആർ ശ്രീലേഖ അതിന് മുന്നേ തന്നെ പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ശരി, ഓക്കെ മാനസയാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്.